ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഒരു നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ്. അതായത് നമ്മൾ എന്ത് ചെയ്താലും വെളുക്കത്തിൽ, എന്ത് തേച്ചാലും വെളുക്കത്തില്ല എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് കറുത്ത ആൾക്കാരാണെങ്കിലും ശരി, നമുക്ക് കുറച്ച് എന്താ വെച്ചാൽ ഭയങ്കര പ്യുവർ വൈറ്റ് ആവുമെന്നല്ല പറയുന്നത്. എന്നാലും പണ്ടത്തെ എല്ലാം ജന്മനാലുള്ള നിറമൊക്കെ മാറി നമ്മുടെ ഈ ഓരോ ടിപ്സൊക്കെ ചെയ്യുന്നതോട് നല്ല ഒരു നിറം കിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനും ഭയങ്കര കളർന്നുള്ള ആളല്ല, ഇരുനിറമുള്ള ആൾ തന്നെയാണ് ഞാനും. അപ്പം നമുക്കും ചിലപ്പോൾ മുഖം തിരുവെളുക്കാനൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല. ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തത് അല്ലേ? മുഖം ഒന്ന് വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കെമിക്കലൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളായിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് മുഖമൊക്കെ വെളുപ്പിച്ചെടുക്കാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചെയ്യണ പണി ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പാടെ ഉപേക്ഷിച്ച് കളയും. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യണ ഈ ടിപ്സ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. മുഖത്തെ ടാനൊക്കെ മാറി നിങ്ങൾ നല്ല അടിപൊളി സ്കിന്നാവും, സോഫ്റ്റാവും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും നമ്മളത് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഡെയിലി അപ്ലൈ ചെയ്യുക. എന്നാലും ഉള്ളൂ. ഇപ്പോൾ ഈ പാക്ക് തേച്ച് കഴിഞ്ഞാൽ വെളുക്കില്ല എന്ന് പറഞ്ഞവർക്ക് ഷുവറായിട്ടും അവരിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതായിട്ട് നിറം കിട്ടുന്നൊരിതാണ്. അപ്പം ഞാനിതൊരു പ്രാവശ്യം മുമ്പേ ഒന്ന് ട്രൈ ചെയ്തതാണ്. എന്നിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ലതാണെങ്കിലാണല്ലോ നിങ്ങൾക്കായിട്ട് കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇത് സ്പെഷ്യലായിട്ട് ഇടുന്നതാണ്. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് തേച്ചിട്ടും വിളക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത്, ഒരു ചെറിയൊരു തക്കാളി ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാൻ പോകണം. ആദ്യത്തെ ഇതാണ്. അപ്പം ഇത് തേച്ചിട്ട് വെളുത്തില്ലെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. അത്ര നല്ലൊരു പാക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. അപ്പം ഞാൻ മിക്സിയിൽ ഇത് അടിച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരിക്കൊന്നും വേണ്ട കേട്ടോ. വെറുതെ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കരിവാളിപ്പൊക്കെ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരിതാണ് നമ്മുടെ തക്കാളി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേരയുടെ ജെല്ലെടുക്കുമ്പോൾ മിക്കവരുടെ സംശയം, ഇത് ഫ്രഷായിട്ട് എടുക്കാവുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മേടിക്കുന്നത് റെഡിമെയ്ഡായിട്ടുള്ള നല്ലത്. അത് ഉപയോഗിച്ചാലാണ്. മറ്റത് നമുക്ക് റിസൾട്ട് കിട്ടില്ലെന്നല്ല, നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കണം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും പരട്ടാവുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമ്മൾ അലോവേര ജെല്ല് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ഹണിയാണ്. ഹണിയും അധികമൊന്നും വേണ്ട, ഒരു 3-4 ഡ്രോപ്സ് മതി. നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്ത നമുക്ക് വേണ്ടത് നമ്മുടെ അരിപ്പൊടി.
അപ്പോൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ടിപ്സിലും നമ്മുടെ അരിപ്പൊടിയും തൈരും ആണ് എൻ്റെ എല്ലാ ടിപ്സിലും കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ റിസൾട്ട് തരുന്നൊരു ഇതാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും സ്കിപ്പ് ചെയ്യാറില്ല. അപ്പോൾ ദേ ഒരു സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ടിപ്സും നിങ്ങൾ നോക്കിക്കോ, തൈരുണ്ടാവും, അതിൻ്റെ അകത്ത് അരിപ്പൊടിയും ഉണ്ടാവും. ഇത് ഒഴിച്ചുള്ള ഒരു പരിപാടി ഇല്ല എനിക്ക്, അത്രക്ക് നല്ല റിസൾട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പൊക്കെ, അതായത് പല പല സാധനങ്ങൾ നമ്മൾ ഇതിൽ ചേർത്തു. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുകയാണ്. പിന്നെ ആണുങ്ങൾക്ക് ഉപയോഗിക്കുമ്പം നമ്മൾ ഇപ്പം മീശയും താടിയൊക്കെ വളരാത്തവർക്ക് അങ്ങനെയൊക്കെ ഇതുണ്ടാവില്ലേ, ഇത് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ. അപ്പം അവർ മഞ്ഞപ്പൊടി സ്കിപ്പ് ചെയ്തിട്ട് തേക്കുക. ബാക്കി എല്ലാവരും നമ്മുടെ ഈ ഫുൾ ഇൻഗ്രീഡിയൻസും ഇടണം, എന്നാലുള്ളൂ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇതിട്ടിട്ട് ഇനി വെളുക്കില്ലെന്ന് ആരും പറയത്തില്ല. അതുപോലെ നല്ല ഇൻഗ്രീഡിയൻസാണ് എല്ലാം ചേർത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് മുഖത്തൊന്ന് പരട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പാക്കൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാവർക്കും അറിയാമല്ലോ, മുഖത്ത് ടാനൊക്കെ മാറാനുള്ളതാണ്. തൈര്, പിന്നെ നമ്മുടെ അരിപ്പൊടിയുണ്ട്, പിന്നെ ഹണിയുണ്ട്, അലോവേര ജെല്ലുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ മഞ്ഞപ്പൊടിയുടെ കാര്യം മാറ്റുന്നുണ്ട്. ആണുങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ മഞ്ഞപ്പൊടി സ്കിപ്പ് ചെയ്തിട്ട് വേണം പുരട്ടാനായിട്ട്. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻഗ്രീഡിയൻസും ചേർന്നത് വേണം പുരട്ടാനായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒട്ടും വെളുക്കില്ല എന്ന് പറയണവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അവർക്കും അതിൻ്റെ റിസൾട്ട് കിട്ടണ്ടേ, അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരും. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല കട്ടി തന്നെ ചെയ്ത് കൊടുക്കണേ. ആദ്യം നമുക്കൊന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുക, പിന്നെ നമുക്ക് നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കുക. പൊട്ട് മാറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ആദ്യം നമുക്ക് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. വേറെ നമ്മൾ ഒരു കെമിക്കലിൻ്റെ പുറകെയും ക്രീമിൻ്റെ പുറകെയും ഒന്നും നിങ്ങൾ നടക്കണ്ട ആരും. അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ഇത്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അല്ലേ. പിന്നെ ഹണി മാത്രം ചിലപ്പോൾ ഇല്ലാണ്ടിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനവും എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഇതും കൂടിയാണ്. അപ്പോൾ കഴുത്ത് വരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് റെഡിയാക്കി കൊടുക്കുക. പിന്നെ അടുത്താണ് നമ്മൾ നന്നായിട്ട് നല്ല കട്ടിയിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഈ ചുണ്ടിൻ്റെ ഈ സൈഡിലൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്
അപ്പം ഞാൻ എല്ലാ നമ്മുടെ പാക്കുകളും ഇട്ട് നോക്കി റിസൾട്ട് കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളിതിട്ട് നോക്കിയിട്ട് എന്നോട് കമൻറ്റിൽ പറഞ്ഞാൽ മതി ഇത് വിളക്കുന്നുണ്ടോ ഇല്ലേ. പിന്നെ അത് പോരാത്തത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണിച്ചു തരാം, എൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഞാനും എന്താ പറയണോ അങ്ങനെ ഭയങ്കര നിറമുള്ള ആളൊന്നുമല്ല. അപ്പോൾ നമ്മളും ഇതിങ്ങനെയുള്ള ടിപ്സുകളൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് നിറമൊക്കെ കിട്ടുന്നത് നമുക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും കൂടി ഞാൻ പറയുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം 20 മിനിറ്റ് എന്തായാലും വെച്ചോണ്ടിരിക്കണം കേട്ടോ നമ്മൾ. അതല്ലെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ വരട്ടാം. പിന്നെ നിങ്ങൾ ഡെയിലി ഇട്ട് നോക്കുക. ഒരാഴ്ച ഡെയിലി നിങ്ങൾക്ക് ഇത് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും നിങ്ങളുടെ മുഖത്ത് കളർ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അപ്പം മനസ്സിലാവും നിങ്ങൾക്ക്. നല്ല ചേഞ്ച് ആയിരിക്കും നമുക്ക്. ഇപ്പം നമ്മൾ ഈ ഫെയർ ആൻഡ് ലവ്ലി അങ്ങനെയുള്ള ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ചയൊക്കെ ഇട്ട് പിന്നെ നമുക്കൊരു ഗ്ലോ ഉണ്ടാവില്ലേ, അതുപോലെ ആയിരിക്കും നമുക്കിത് എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാമേ. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും നമ്മൾ 20 മിനിറ്റ് ഇടണം, അല്ലാണ്ട് കളഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ആ 20 മിനിറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് നടക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നേരത്തെ മുഖവും ഇതും കൂടി ഇതുണ്ടോ, സ്കിന്നിന് നല്ല ഒരു ബ്രൈറ്റ്നെസ് വന്നിട്ടില്ലേ ഉണ്ടോ? അതാ ഞാൻ ഇത്ര അടുത്ത് കാണിച്ചു തന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വിശ്വസിച്ച് ഒരു കെമിക്കലും ഇല്ലാണ്ട് പുരട്ടാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുള്ള പാക്കാണ് ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ കഴുത്തിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു മാറ്റമായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ല ശരിക്കും എൻ്റെ മുഖത്ത് നേരത്തെ ഇതും കൂടി കണ്ട നല്ല നിറം വെച്ചിട്ടില്ലേ. അപ്പം ഇതാണ് നമ്മുടെ എന്ത് തേച്ചാലും വെളുക്കത്തില്ല എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കുവാണ് കണ്ടോ. അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെന്താ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് അടുത്ത പ്രാവശ്യവും നന്നായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.